നാളെ കുറച്ചുകൂടെ സർപ്രൈസ് ഉണ്ട്. നാളെ തൊട്ട് കുറച്ചും കൂടെ നമ്മുടെ ട്രിപ്പ് രസമാവാൻ പോവുക. അപ്പോൾ ഐ ആം വെരി എക്സൈറ്റഡ് ഫോർ ടുമോറോ. ഓക്കെ, അപ്പോൾ നാളെ കാണാം. ബൈ ബൈ പറയും. ബൈ. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ കൂടെ അച്ഛനും അമ്മയും എത്തി. ഇതാണ് ഞങ്ങൾ ഇന്നലെ പറഞ്ഞ ഇന്നത്തെ ദിവസത്തെ പുതിയ എക്സൈറ്റ്മെന്റ്. അമ്മ അച്ഛൻ എങ്ങനെയുണ്ട് സിംഗപ്പൂർ വന്നിട്ട്? അത് ജസ്റ്റ് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് തൊട്ട് ഇനി ഒരു 28 വരെ ഞങ്ങൾ 4 പേരും കൂടെ ആയിരിക്കും സിംഗപ്പൂർ കറങ്ങുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സോ ഐ വിൽ ടേക്ക് യു അറൗണ്ട്. സോ കം ഓൺ, ലെറ്റ്സ് ഗോ. അമ്മയുടെ അച്ഛൻ്റെ ആദ്യത്തെ ബസ് റൈഡ്. വില കൂടിയ കടയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞങ്ങളിപ്പം സുവനിയർ ഷോപ്പിൽ വന്നിട്ട് ഇങ്ങനെ കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങി. ഇത് ഫുൾ ഇവിടെ നല്ല ക്യൂട്ട് സുവനിയേഴ്സും ഇവിടുത്തെ ഐക്കോണിക് ലൈക്ക് ബിൽഡിങ്സിൻ്റെ കാര്യങ്ങളും. പിന്നെ ഞങ്ങൾ ബെല്ലും വാങ്ങി കേട്ടോ. സിംഗപ്പൂരിൽ നിന്ന് എഴുതിയ ബെൽ വാങ്ങി, കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് വാങ്ങി. ഞാൻ ഇവിടെ കൂടുതൽ ഇങ്ങനത്തെ സംഭവങ്ങളാണ്. പക്ഷെ നൈസ്. ഇതൊക്കെ വാങ്ങാനായിട്ടാണ് മെയിനായിട്ട് ഞങ്ങളിന്ന് വന്നത്. ബില്ല് പൈസ കൊടുത്തോ? പൈസ കൊടുത്തോ. നമുക്കിനി അടുത്ത ഷോപ്പിലോട്ട് പോകാം. എന്തൊരു മണം ഇവിടെ. ഫ്രൂട്ട്സ് ഉണ്ട്, മാങ്ങയൊക്കെ മണക്ക്. നമ്മ അതോ മാങ്ങയല്ലേ വാങ്ങുന്നോ? കുമ്മളല്ലേ? ഉണക്കിയ കുമ്മൾ ഗൈസ്. ഇതോ ഇവരൊക്കെ പാക്കറ്റിൽ കണ്ട വാടാൻ വേണ്ടി ഇട്ട് വെച്ചേക്കുന്നു. ഇതെല്ലാം അമ്പലത്തിലിട്ടാണോ? എനിക്കറിയാം. അല്ല കേട്ടോ, എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടെ ഒരു വാടാൻ വേണ്ടി കറിലിട്ട് വെച്ചേക്കുന്നത്. ആൾക്കാർ വാങ്ങുമായിരിക്കും. ഇവിടെ എല്ലാം കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ ഫുൾ ഡ്രൈഡ് സാധനങ്ങൾ, ഡ്രൈഡ് ഫിഷസ്, ഡ്രൈഡ് നട്ട്സ്, അതിലൊക്കെ കിട്ടുന്ന കടയാണ്. ഇവിടെ ഒരു ഫ്ലവർ ഷോപ്പ്. നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ഫ്ലവേഴ്സ് ഭയങ്കര ഒരു വീക്ക്നെസ്സാണ്. താമരപ്പൂവൊക്കെ ക്യൂട്ടായിട്ട് പടക്കി വെച്ചേക്കുന്നുണ്ടോ? ഹായ് ഗൈസ്, ഞങ്ങൾ അവിടുത്തെ ആ സ്ട്രീറ്റൊക്കെ നടന്നിട്ട് പിന്നെ കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നപ്പം വേറൊരു സ്ട്രീറ്റിലോട്ട് എത്തി. ഇവിടെ കുറേ കടകളാണ്. നല്ല കുഞ്ഞു കുറേ കടകൾ, കുറേ ക്യൂട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അമ്മ അച്ഛനൊക്കെ താരതൃശയ്ക്ക് ബാഗ് അവിടെ വാങ്ങിക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ സാധനങ്ങളൊക്കെ കണ്ടോ. സിംഗപ്പൂർ നിന്ന് എഴുതിയ സംഭവങ്ങളും സുവനിയേഴ്സ്, ബാഗ്, ഡ്രസ്സ് ഒത്തിരി ഉണ്ട്, എല്ലാം ഉണ്ട്. കുറേ സാധനങ്ങളുണ്ട്. ഇങ്ങനെ കണ്ട് പോവാം. എറിഞ്ഞ അമ്മ അതെടുത്ത്. അമ്മയ്ക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എടുത്ത് തക്കാളി എടുത്ത്. അത് വേണ്ട, ഇച്ചിരി കളർഫുൾ അത്. ഈ മഞ്ഞയും കൊള്ളായിരുന്നു, മത്തങ്ങ. ശക്തിക്കറിയണോ? ഹായ്, കൊള്ളാം. ഞാനിവിടെ
ചെറുപറ ഡ്രസ്സ് വാങ്ങുവാണ്. കുട്ടി നമുക്ക് 1-2 ഡ്രസ്സ് പറ്റി അല്ല സ്നോ. അങ്ങനെ നമ്മള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ആ ബാഗ് നിറയെ സാധനങ്ങളും വാങ്ങി. ഞങ്ങൾ ആ ബാഗും വാങ്ങി തിരിച്ച് റൂമിൽ പോവാം. കാരണം നമുക്ക് വൈകിട്ട് നൈറ്റ് സഫാരിക്ക് പോകണം. അപ്പോൾ കുറച്ച് നേരം പോയി അമ്മയ്ക്ക് വെച്ച് റെസ്റ്റ് എടുക്കണം. എന്നിട്ട് വിൽ ഗെറ്റ് റെഡി ആൻഡ് ഗോ. നമ്മൾ ഫൈനലി ബസ്സിൽ കയറി. ബസ്സിൻ്റെ സ്പെഷ്യാലിറ്റി നോക്ക് ശരിയാകും. അമ്മയുടെ അച്ഛൻ്റെ ആദ്യത്തെ അച്ഛൻ കയറിയിട്ടുണ്ടോ ഡബിൾ ഡെക്കറിൽ? രണ്ടുപേരുടെ ആദ്യത്തെ ഡബിൾ ഡെക്കർ യാത്രയാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഇവിടെ ഇഷ്ടംപോലെ ഡബിൾ ഡെക്കർ ബസ്സുണ്ട്. എന്താ അവർ രണ്ടുപേരും ഫ്രണ്ടിൽ തന്നെ ഇരുത്തി വിശാലമായി കാണട്ടെ. കൊള്ളാം. ഓക്കെ ഗൈസ്, നമ്മളിതാ റെഡിയായി. വീണ്ടും നമ്മൾ നൈറ്റ് സഫാരിക്ക് പോകാൻ പോവാ. ഞങ്ങളുടെ ഡ്രൈവറിനെ വെയിറ്റ് ചെയ്ത് ഞങ്ങളിതാ ഇവിടെ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഞങ്ങള് നൈറ്റ് സഫാരിയുടെ അടുത്തെത്തി. ഞങ്ങൾ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തു. ഇനി ടിക്കറ്റ് കൗണ്ടറിലോട്ടൊക്കെ പോവാം. ടിക്കറ്റ് ഓൾറെഡി ബുക്ക്ഡ് ആണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ബാക്കിൽ അമ്മച്ചനുണ്ട്. ഇവിടെ നല്ല മഴയാണ്. ബട്ട് സ്റ്റിൽ ഇവിടെ ഇങ്ങനെ മേളിൽ റൂഫ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എത്ര ദൂരം റൂഫുണ്ടെന്ന് അറിയാൻ വയ്യ. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. Successfully, we are back. Thank you. Next. And next. Video? നമുക്കിനി ഡിജിറ്റൽ ഫോട്ടോ ഇതിൻ്റെ അകത്താണ് തന്നത്. ഇതില് ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ യൂസർ ഐഡിയും പാസ്വേഡും ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഈ പാസ്വേഡ് അടിക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ ഡൗൺലോഡ് ആവും. നമ്മുടെ സാധനം കിട്ടി. അതെ, നമ്മൾ ഇത് കണ്ടില്ല. നോക്കട്ടെ, ചിരിച്ചോണ്ടിരിക്കാം നമ്മൾ. കൊള്ളാം. ഓക്കെ, പോ. കൊള്ളാം, ഇത് വാങ്ങാം. എങ്ങനെ നോക്കി അതിട്ട് ഇത് താരക്ക് വാങ്ങിക്കൊണ്ട് കൊടുത്താൽ മതി. പാമ്പിനെ പിടിക്കാൻ താരയുടെ ആഗ്രഹം മാറും. കൊള്ളാം അല്ലേ? അല്ല ശിവൻ
ഇത് ഇവിടെ ഉള്ള നല്ല ഒരു സുവനിയർ ഷോപ്പ്. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ് സാധനങ്ങൾ, പക്ഷെ ഭയങ്കര രസമുണ്ട്. പാൻ്റൊക്കെ നോക്കൂ, സോ ക്യൂട്ട്. എനിക്ക് ഈ ആനക്കുട്ടി ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ ആനക്കുട്ടി പക്ഷേ $65 അല്ലേ? നല്ല ആനക്കുട്ടി, ക്യൂട്ട്. ഏതാ? ഇത് കൊള്ളാം. ഇതൊക്കെ ചേച്ചി വാങ്ങാഞ്ഞത് എന്തെന്ന് ചോദിക്കുമോ? വാങ്ങണോ? ഒരു മുട്ട ഇടുവോ? സൂക്ഷിച്ചു. അല്ലാതെ മേളിന്ന് തുറക്കുന്നത് അങ്ങനല്ല, അപ്പുറത്ത് വശത്ത്. ഓ, പണപ്പെട്ടിയായിട്ട് സൂക്ഷിക്കാം. സൂപ്പർ. ഇവിടെ പർപ്പിൾ പാൻറ്, ഓറഞ്ച് പാൻറ്, ഗ്രേപ്സ് ആണ് കേട്ടോ. അത് ഗ്രേപ്സ് ആയിരിക്കും. പാഷൻ ഫ്രൂട്ട്, മതി, അതെല്ലാം ടീയാ. കോക്ക് വേണോ? മോൺസ്റ്റർ വേണ്ട. ഇവിടെ ഇങ്ങനെ ഐസ്ക്രീം ഉണ്ട്. അമ്മച്ചൻ അവിടെ റെസ്റ്റ് എടുക്കുന്നു. ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ക്യാബ് ഇവിടെ വരും. എവിടുത്തോ അവിടെ ടാക്സി സ്റ്റാൻഡ് ഉണ്ട്. നൈസ്, വളരെ നൈസ് ആയിട്ടുണ്ട്. ഹലോ, നമ്മളങ്ങനെ സക്സസ്ഫുള്ളി നൈറ്റ് സഫാരി ഒക്കെ കണ്ടിട്ട് തിരിച്ചെത്തി. ഞങ്ങളുടെ റൂമിലെത്തി, ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് അടുത്ത് എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിക്കാനായിട്ട് പോകുന്നു. ക്രോസ് ചെയ്യാൻ ടൈമായി. അപ്പം ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്തു. അപ്പോൾ ഓപ്പോസിറ്റ് തന്നെ ഒരു മോളുണ്ട്, കുഞ്ഞൊരു മോൾ. അപ്പോൾ ഇവിടെ ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് ഇനി പെട്ടെന്ന് പോയി കിടന്ന് ഉറങ്ങണം. കാരണം നാളെ നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ പോവാം. അപ്പം രാവിലെ വണ്ടി വരും. അപ്പം നമുക്ക് മാക്സിമം റെസ്റ്റ് ഒന്ന് എടുക്കണം. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ കഴിച്ചിട്ട് കിടക്കട്ടെ. നാളെ കാണാം.